ഐഫോൺസിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ സെൻസർ സൈസുള്ള ഒരു മോഡലാണ് ഐഫോണിൻ്റെ 14 പ്രോ മാക്സ് എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ നമ്മുടെ സെൻസർ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു കേസ് ഇട്ടാലും നമുക്കത് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സെൻസർ സ്ക്രാച്ച് ഒന്നും ആവാതെ സൂക്ഷിക്കാനായിട്ടുള്ളൊരു ആക്സസറിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ക്യാമറ പ്രൊട്ടക്ടറാണ്, പക്ഷേ നമുക്കൊരു സ്റ്റൈലിംഗ് എലമെൻ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പല കളേഴ്സിൽ ലഭ്യമാണ്. നമ്മുടെ ഐഫോണിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് റിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്യാമറ പ്രൊട്ടക്ടറാണ്. ഇവിടെ കണ്ടും ക്യാമറ സ്റ്റൈലിംഗ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ഐഫോൺ 14 പ്രോ മാക്സിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മോഡൽ നോക്കി വേണം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സൂട്ടബിൾ ആവാത്ത ഡിവൈസിൻ്റെ ചിലപ്പോൾ ഒരു ക്യാമറ പ്രൊട്ടക്ടർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മോഡൽ നോക്കി തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പർച്ചേസ് ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ കയറി അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ക്ലീനിങ് വൈപ്പാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് അത് മാറ്റി വയ്ക്കുക. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ പ്രൊട്ടക്ടർ തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ നമുക്കിത് എങ്ങനെ നമുക്ക് ഈ ഒരു നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ ക്യാമറ പ്രൊട്ടക്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊട്ടക്ടറാണ്. ഞാൻ എൻ്റെ എല്ലാ ഫോൺസിലും ഞാൻ അത് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുമെന്ന് വിചാരിച്ചത്. ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ക്യാമറ പ്രൊട്ടക്ടറാണ് ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലത്തെ ഒരു സ്റ്റിക്കർ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിത് ഫോണിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലീനിങ് വൈപ്പ് യൂസ് ചെയ്ത് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാണ് നമുക്കത് ഒട്ടിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊട്ടക്ടർ നമുക്ക് നമ്മുടെ ഈ ഫോണിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന പലതരം ക്യാമറ പ്രൊട്ടക്ടർ യൂസ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നോർമലായിട്ട് കിട്ടുന്ന കേസസ് ഒന്നും അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു റിംഗയുടെ പ്രൊട്ടക്ടറിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് കേസും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ഒരു ക്യാമറ കട്ടൗട്ടിൻ്റെ ആ ഒരു സൈസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രൊട്ടക്ടർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ പ്രൊജക്ഷനും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അത് കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഏത് കേസും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഈ ഒരു 3M സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ കട്ടൗട്ട് എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള പ്രിസിഷൻ കട്ടാണ് നമുക്കിതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു സെൻസറിൻ്റെ ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം അത് കറക്റ്റായിട്ട് അവിടെ സെറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്തിട്ട് ആ ഒരു വൈപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് മേളിൽ കൂടെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഇതാണെങ്കിൽ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടിട്ട് നമ്മുടെ ക്യാമറ പ്രൊട്ടക്ടർ ഇവിടെ ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ അത്യാവശ്യം വളരെ നല്ല പ്രൊട്ടക്ഷൻ തന്നെ ഇതിനകത്ത് തരുന്നുണ്ട്. ഒരു രീതിയിലുള്ള ക്യാമറയുടെ സെൻസറല്ല നമുക്ക് ആ ഒരു പ്രൊട്ടക്ടറിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. പുറത്തേക്കൊന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരു കേസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നോർമലി എൻ്റെ ഫോൺ കേസില്ലാതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊട്ടക്ടർ മാത്രമായിരിക്കും എൻ്റെ ഫോണിൽ സാധാരണ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് വളരെ നല്ലൊരു സ്റ്റൈലിംഗ് എലമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമറ പ്രൊട്ടക്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ളതാണ്. മെറ്റൽ ഫിനിഷാണ് നമുക്കിതിനകത്ത് വരുന്നത്. മെറ്റലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റും വരുന്നത്, അല്ലാതെ പ്ലാസ്റ്റിക് ടൈപ്പുള്ള ചീപ്പ് പ്ലാസ്റ്റിക് അല്ല നമുക്കിനകത്ത് വരുന്നത്. നമുക്ക് നമ്മുടെ കേസുമായിട്ട് ജസ്റ്റ് വർക്ക് ആവുന്ന ജസ്റ്റ് ഒന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടും വളരെ കറക്റ്റായിട്ടുള്ള ഫിറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഇൻ്റർഫിയൻസും നമുക്ക് കേസുമായിട്ട് ഇതിനകത്തില്ല. ജസ്റ്റ് കറക്റ്റ് ആ ഒരു ഫിറ്റാണ് നമുക്കിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു ക്യാമറ പ്രൊട്ടക്ടർ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോണും നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ക്യാമറ പ്രൊട്ടക്ടറിൻ്റെ മെയ്ഡ് എന്ന് പറയുന്നത് മെറ്റലായിട്ടാണ്, അതായത് ചീപ്പ് പ്ലാസ്റ്റിക് യൂസ് ചെയ്തല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരത്തില്ല. ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ടർ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം കൂടുതൽ ആപ്പിൾ റിലേറ്റഡ് കണ്ടൻറ്റിനായി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സീ യു.